ദൈവതുല്യൻ തന്ത്രിയെ പിടിച്ച് അകത്തിട്ടു. ഇതോടെ എല്ലാം ശുഭമെന്ന് കരുതിയെങ്കിലും കോടതി അവിടം കൊണ്ടും നിർത്തുന്നില്ല. അടുത്ത സൈറൻ കൂടി കോടതി മുഴക്കിയിരിക്കുന്നു. കേരളത്തെ നടുക്കിയ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും CPM-നും കനത്ത തിരിച്ചടി നൽകിക്കൊണ്ടുള്ള നിർണായക നീക്കങ്ങളാണിപ്പോൾ നടക്കുന്നത്. മുഖ്യമന്ത്രിയുടെ വിശ്വസ്തരും പാർട്ടി നോമിനികളുമായ ഓരോരുത്തരായിട്ട് നിയമത്തിന്റെ വലയിൽ കുടുങ്ങുമ്പോൾ സർക്കാരിന്റെ എല്ലാ പ്രതിരോധ തന്ത്രങ്ങളും പാളുകയാണ്. മുൻ ദേവസ്വം ബോർഡ് അംഗവും CPM നേതാവുമായ KP ശങ്കരദാസിനെ പ്രത്യേക അന്വേഷണ സംഘമായ SIT അറസ്റ്റ് ചെയ്തതോടെ ഈ കേസ് പുതിയൊരു തലത്തിലേക്ക് കടന്നിരുന്നു. അറസ്റ്റിൽ നിന്നും രക്ഷപ്പെടാൻ സ്വകാര്യ ആശുപത്രിയിൽ അഭയം തേടിയ ശങ്കരദാസിനെ അവിടെ എത്തിയാണ് SIT സംഘം കസ്റ്റഡിയിലെടുത്തത്. ആശുപത്രി കിടക്കയിൽ വെച്ച് തന്നെ അദ്ദേഹത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും റിമാൻഡ് ചെയ്ത നടപടി അഴിമതിക്കാർക്കുള്ള ശക്തമായ മുന്നറിയിപ്പ് നൽകുക കൂടി ചെയ്തു. ഈ കേസിലെ 11ാം പ്രതിയായ ശങ്കരദാസിന്റെ ജാമ്യാപേക്ഷ പരിഗണിച്ച വേളയിൽ കോടതി നടത്തിയ പരാമർശം സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ നാണക്കേടാണ്. ദൈവത്തെ പോലും നിങ്ങൾ വെറുതെ വിട്ടില്ലേ എന്നായിരുന്നു കോടതിയുടെ ചോദ്യം. വിശ്വാസികളെയും ഭക്തജനങ്ങളെയും വഞ്ചിച്ചുകൊണ്ട് ശബരിമലയിലെ സ്വർണം മോഷ്ടിക്കാൻ കൂട്ടുനിന്നവർക്ക് ഇനിയുള്ള ജീവിതം ജയിലഴികൾക്കുള്ളിലായിരിക്കുമെന്ന് ഉറപ്പായിരിക്കുകയാണ്. SIT ആരെ ചോദ്യം ചെയ്യാൻ വിളിച്ചാലും അവരൊക്കെ ഇന്ന് ജയിലഴിക്കുള്ളിലാണ് എന്നതാണ് നിലവിലെ സാഹചര്യം. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരായ A പത്മകുമാറും N വാസുവും നിലവിൽ ജയിലിലാണ്. ഇതിന് പിന്നാലെയാണ് അടുത്ത പ്രധാന പ്രതിയിലേക്ക് അന്വേഷണം നീളുന്നത്. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിനെ വീണ്ടും ചോദ്യം ചെയ്യാൻ SIT നോട്ടീസ് നൽകി കഴിഞ്ഞിരിക്കുന്നു. 2025-ൽ ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികൾ ചെന്നൈയിലേക്ക് കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട ഗൂഢാലോചനയാണ് ഇപ്പോൾ അന്വേഷണ സംഘം പുറത്തു കൊണ്ടുവരുന്നത്. 40 വർഷം ഗ്യാരണ്ടി ഉണ്ടായിരുന്ന സ്വർണ്ണപ്പാളികൾ വെറും 6ാം വർഷം തന്നെ എന്തിനാണ് ഇളക്കി മാറ്റിയതെന്ന ചോദ്യത്തിന് പ്രശാന്തിന് മറുപടിയില്ല. ഇതിന് പിന്നിൽ കോടിക്കണക്കിന് രൂപയുടെ സ്വർണ്ണക്കടത്ത് നടന്നിട്ടുണ്ട് എന്നാണ് SITയുടെ കണ്ടെത്തൽ. മുഖ്യമന്ത്രി നേരിട്ട് നിയമിച്ച ബോർഡ് ഭാരവാഹികൾ തന്നെ ഇത്തരമൊരു കൊള്ളയ്ക്ക് നേതൃത്വം നൽകിയെന്നത് ഭരണപക്ഷത്തെ വല്ലാതെ പ്രതിരോധത്തിലാക്കുന്നു. എന്നാൽ ഈ കേസിലെ ഏറ്റവും വലിയ വഴിത്തിരിവ് മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ പങ്കിനെ കുറിച്ചുള്ള വെളിപ്പെടുത്തലാണ്. കടകംപള്ളി മന്ത്രിയായിരുന്ന കാലത്താണ് ഈ സ്വർണ്ണക്കൊള്ളയുടെ സിംഹഭാഗവും നടക്കുന്നത്. SITക്ക് ലഭിച്ച പുതിയ മൊഴികളുടെ അടിസ്ഥാനത്തിൽ കടകംപള്ളി സുരേന്ദ്രനെ ഉടൻ തന്നെ ചോദ്യം ചെയ്യലിന് വിധേയമാക്കും. മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായ മുൻ മന്ത്രി കൂടി കുടുങ്ങുന്നതോടെ സർക്കാരിന്റെ തകർച്ച പൂർണ്ണമാകും. തന്ത്രിയുടെ അറസ്റ്റോടെ കേസ് ഒതുക്കി തീർക്കാമെന്ന് കരുതിയവർക്ക് വലിയ തിരിച്ചടിയാണ് ലഭിച്ചത്. ഈ അഴിമതി കോൺഗ്രസിന്റെ തലയിൽ കെട്ടിവെച്ച് രക്ഷപ്പെടാനാണ് CPM ശ്രമിച്ചത്. പ്രയാർ ഗോപാലകൃഷ്ണന്റെ കാലത്തെ കാര്യങ്ങൾ കൂടി അന്വേഷണത്തിൽ ഉൾപ്പെടുത്തിയത് അതുകൊണ്ടാണ്. എന്നാൽ അന്വേഷണം പുരോഗമിച്ചപ്പോൾ CPM നോമിനികളായ പത്മകുമാറും ശങ്കരദാസും വാസുവുമാണ് യഥാർത്ഥ പ്രതികളെന്ന് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കണ്ടെത്തി. സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾ മാറ്റിയതിൽ വലിയ അഴിമതി നടന്നുവെന്ന് കൃത്യമായി പറയുന്നുണ്ട്. അന്വേഷണ സംഘം പിടിമുറുക്കുമ്പോൾ ആശുപത്രി കിടക്കകൾ ഇനി പ്രതികൾക്ക് രക്ഷയാകില്ല എന്ന് ശങ്കരദാസിന്റെ അറസ്റ്റ് തെളിയിക്കുന്നു. കടകംപള്ളി സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള വൻപൻ സ്രാവുകൾ ഇനിയുള്ള കാലം ജയിലിൽ കഴിയേണ്ടി വരുമെന്നാണ് നിലവിലെ സൂചനകൾ. വിശ്വാസത്തെയും ഭക്തജനങ്ങളെയും വഞ്ചിച്ച് സ്വന്തം കീശ വീർപ്പിച്ചവർക്കുള്ള ശിക്ഷ നിയമം തന്നെ നടപ്പിലാക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ എല്ലാ പ്ലാനുകളും പൊളിഞ്ഞു എന്നും CPM-ന് ഇനിയൊരു തിരിച്ചുവരവ് അസാധ്യമെന്നും തെളിയിക്കുന്നതാണ് SITയുടെ ഈ ദ്രുതഗതിയിലുള്ള നീക്കങ്ങൾ. വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രമുഖർ ജയിലിലേക്ക് നീങ്ങുന്ന കാഴ്ചകളും കേരളം കാണാനിരിക്കുകയാണ്.